പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് തകർന്നേറിയ അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും ആരും ഭാരപ്പെടേണ്ടതില്ല, ആരും ഭയപ്പെടേണ്ടതില്ല, ആരും ആകുലപ്പെടേണ്ടതില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 147 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമയും ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യതയും അവൻ്റെ സർവ്വ അധികാരത്തെയും കുറിച്ചൊക്കെയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, യഹോവയെ സ്തുതിക്കുവേൻ, കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ എന്ന് എഴുതിയിരിക്കുന്നതും. കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നത് എത്രമാത്രം മനോഹരമേറിയ കാര്യമാണെന്നാണ് സങ്കീർത്തനകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. നാം ഒക്കെയും ഇന്ന് ആലയത്തിലേക്ക് മിക്കവാറും നമ്മളൊക്കെയും കടന്നു പോകുന്നത് ഞായറാഴ്ച ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങിലൊക്കെ നമുക്ക് സാവകാശം കിട്ടുന്ന പോലൊക്കെയും നമ്മൾ പങ്കെടുക്കാറുണ്ട്. അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവം പ്രകാരമാണ്. നമുക്ക് ദൈവത്തെ ഓർത്ത് സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടോ, അതോ വെറും എല്ലാവരും പോകുന്നു അത് ഞാനും പോകുന്നു എന്നുള്ള ഒരു അലസ ഭാവത്തിലാണോ നമ്മൾ കടന്നുപോയി, ഒരു ചടങ്ങ് രീതിയിൽ നമ്മൾ കടന്നു വരികയാണോ ചെയ്യുന്നത്? അതോ വാസ്തവത്തിൽ നമുക്ക് ആ നന്മനാഥനെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടോ? അവൻ നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ, ക്രൂശിൽ നമുക്ക് വേണ്ടി സഹിച്ചത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ പറയാൻ ഏറെ കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ, അവൻ സ്തുതിക്ക് യോഗ്യനായത് കൊണ്ട് തന്നെ നമ്മൾ അവനെ സ്തുതിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യമെന്ന് ആ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാം വാക്യത്തിൽ യെരൂശലേമിനെ പണിയുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. നമ്മെയും ഹല്ലേലൂയ പണിയുന്ന ഒരു കർത്താവാണ്. യെരൂശലേം ദൈവത്തിന്റെ നഗരമെന്ന് അറിയപ്പെട്ടിരുന്നു. ഹല്ലേലൂയ, അതിനെ ദൈവം പണിയാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ദൈവം വസിക്കുന്നിടത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ ദൈവം അവിടെ വസിക്കാനിടയായിത്തീരും. അവൻ ഹല്ലേലൂയ അങ്ങനെയുള്ളവരെ പണിയാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ തകർന്നിരിക്കുമ്പോഴും കർത്താവ് നമ്മളെ പണിയുന്നുണ്ട്. അത് ഭൗതികമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പണി നടക്കേണ്ട അവസ്ഥയാണെങ്കിൽ അവിടെയും നമ്മുടെ ജീവിതത്തിൽ പണിയുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിൽ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, മനം തകർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഒരു പക്ഷേ മാനസികമായിട്ടുള്ള മുറിവുകളാകാം, ഒരുപക്ഷെ നമ്മുടെ ശാരീരികമായിട്ടുള്ള മുറിവുകളാകാം. ഹല്ലേലൂയ, ഇത് തന്നെ ആണെങ്കിലും ആ അവസ്ഥയിലൊക്കെ നമുക്കൊരു പരിമിതിയുണ്ട്. ലോകത്തിൽ ആശ്രയം വയ്ക്കുന്നതിൽ പലപ്പോഴും നമ്മൾ ലോകത്തിൽ ആശ്രയം വയ്ക്കും, പക്ഷേ ദി എൻഡ് അല്ലെങ്കിൽ അവസാനം ഹല്ലേലൂയ നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് അരുമനാഥന്റെ പാദപീഠത്തിലാണ്. ഹല്ലേലൂയ, ഏത് മുറിവായിക്കോട്ടെ ഹല്ലേലൂയ, മുറിവ് കെട്ടുന്നവനും അതിനെ ഹല്ലേലൂയ ഉണക്കുന്നവനും നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, അതിന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് തകർന്നേറിയ അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും ആരും ഭാരപ്പെടേണ്ടതില്ല, ആരും ഭയപ്പെടേണ്ടതില്ല, ആരും ഹല്ലേലൂയ ആകുലപ്പെടേണ്ടതില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അരുമനാഥൻ ഹല്ലേലൂയ മുറിവ് ഉണക്കുന്നവനും കെട്ടുന്നവനുമാണെന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നക്ഷത്രങ്ങളെയൊക്കെയും പേർ വിളിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഇന്ന് ലോകത്തിൽ അനേക ശാസ്ത്രജ്ഞന്മാർ അതിനെയൊക്കെയും കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും നമ്മുടെ അരുമനാഥൻ അതിനെയൊക്കെയും പേർ ചൊല്ലി വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെയും ഹല്ലേലൂയ, നമ്മെപ്പോൾ എല്ലാവരെയും ഹല്ലേലൂയ കർത്താവ് എങ്ങനെയാണ് വിളിക്കുന്നത്? ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്ന ഒരു നാഥൻ. മോശയെ വിളിച്ച കർത്താവ്, ശമൂവേലിനെ വിളിച്ച കർത്താവ് ഇന്ന് നമ്മെയും ഹല്ലേലൂയ മോനെ മോളെ എന്നൊക്കെയും വിളിച്ച് പല ജീവിതത്തിന് പല തകർന്നിരിക്കുന്ന വേലകളിലും നല്ല വേലകളിലൊക്കെ മോനെ മോളെ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തന്ന് മുമ്പോട്ട് നടത്തിയ ഒരു അരുമനാഥനെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ താഴോട്ട് വരുമ്പോൾ അവൻ താഴ്മയുള്ളവരെ ഉയർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ കാണുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ആരിലാണ് യഹോവ പ്രസാദിക്കുന്നത്? യഹോവയെ ഭയപ്പെടുന്നവരിൽ. ഹല്ലേലൂയ, തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവരിൽ. എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാൻ യഹോവയെ ഭയപ്പെടുന്നുണ്ടെന്ന്? അങ്ങനെ നമുക്ക് ജീവിതത്തിൽ കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കാനിടയായി തീരട്ടെ. ഞാൻ യഹോവയെ എത്രമാത്രം ഭയപ്പെടണം, അവൻ്റെ ദയയിൽ എത്രമാത്രം പ്രത്യാശ വയ്ക്കണം, അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ കർത്താവിനെ സഹായിക്കണമെന്ന് നമുക്കും ഹല്ലേലൂയ പ്രത്യാശിക്കാൻ പ്രാർത്ഥിക്കാൻ ഇടയായി തീരട്ടെ. താഴോട്ടുള്ള വാക്യങ്ങൾ അവൻ്റെ വചനം വേഗം ഓടുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും വചനത്തിൻ്റെ ശക്തി നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമുക്ക് ഈ വചനം ഉരുവിടാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെങ്കിൽ ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ സംഭരിക്കാൻ ഇടയായി തീരണം. പലപ്പോഴും ഇപ്പോൾ എക്സാം ഒക്കെ നടക്കുന്ന ഒരു വേളകളായിരുന്നു പല കുട്ടികൾക്കും. അപ്പോൾ ആനുവൽ എക്സാം നടക്കാൻ നേരം
നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് ഒരു കുട്ടി പഠിക്കുന്നതെങ്കിൽ പലവിധമായ ടെൻഷനും ഭാരവും ഒക്കെയും അവൻ്റെ ജീവിതത്തിൽ കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്ല, ആദ്യം മുതലേ കുറച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ അവനത് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് അതുകൊണ്ട് നല്ലവണ്ണം എക്സാം എഴുതി റിസൾട്ട് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെയാണ് ഈ വചനം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യ ജീവിതവും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അനുദിനം അതിനെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, വചനം ഉരുടുവാണെങ്കിൽ നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അത് സംഹരിക്കുവാനും ദൈവശക്തി അതിൽ കൂടെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനും സാധിക്കും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കെങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആകയാൽ ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തു നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.